ഊഷുവിന് ഈ ജോലി കിട്ടുന്ന ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അവൾ സാവോയുടെ കഫേയിൽ പോയിരുന്ന് ഈ ഡൈനാമിസത്തിൻ്റെ ഫൗണ്ടറിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുമോ എന്ന് തിരയുന്നുണ്ട്. അവളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംശയം അവനെപ്പോലെ റിച്ച് ആയിട്ടുള്ള ഒരാൾ തൻ്റെ വീട്ടിൽ വന്ന് ഈ വാടകയ്ക്ക് താമസിക്കുന്നത് എന്തിനാണ് എന്നാണ്. നെറ്റിൽ തിരഞ്ഞിട്ടൊന്നും അവൾക്ക് അതിന് റിപ്ലൈ കിട്ടുന്നില്ല. അങ്ങനെ അവൾ സാവുമായിട്ട് ഇതിനെപ്പറ്റി വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെ റിച്ച് ആയിട്ടുള്ള സിഇഒമാർക്കൊക്കെ ചില വികൃതമായ ഹോബികൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വല്ലതും ആയിരിക്കുമോ എന്ന് പറഞ്ഞ് സാവു ചില എക്സാമ്പിളൊക്കെ പറയുന്നു. ഈ സാവു ഓരോ എക്സാമ്പിൾ പറയുമ്പോഴും ഊഷു ഇത് തൻ്റെ മനസ്സിൽ ഇമാജിൻ ചെയ്ത് നോക്കുന്നുണ്ട്. ആദ്യം സാവു പറഞ്ഞത് ചില സിഇഒമാർക്ക് പാത്രങ്ങൾ കഴുകുന്നത് ഇഷ്ടമാണ് എന്നുള്ള കാര്യമാണ്. ഷിയോ അങ്ങനെ നിന്ന് പാത്രം കഴുകുന്നത് ഊഷു സങ്കല്പിച്ച് നോക്കുന്നു. പക്ഷേ അവൾക്കത് അങ്ങോട്ട് കൂടുതൽ ആലോചിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. അതേപോലെ തന്നെ സാവു പറഞ്ഞ മറ്റൊരു കാര്യം തൊപ്പികൾ കളക്ട് ചെയ്യുന്ന ഹോബി ഉണ്ട് എന്നാണ്. പല ഷേപ്പിലുള്ള തൊപ്പികളെ പറ്റിയൊക്കെയാണ് അവൾ പറഞ്ഞത്. ഊഷു അതും സങ്കല്പിച്ച് നോക്കുന്നു. ആ രീതിയിലും അവൾക്ക് ഷിയോനെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പിന്നെ സാവു പറഞ്ഞ മറ്റൊരു എക്സാമ്പിൾ ഒറ്റയ്ക്ക് നിന്ന് ഡാൻസ് കളിക്കുന്ന ഹോബീസ് ചിലർക്കൊക്കെ ഉണ്ടാവുമെന്നാണ്. അതിനെപ്പറ്റിയും ഊഷു സങ്കല്പിച്ച് നോക്കുന്നുണ്ട്. അതും ഷിയുവിൻ്റെ പേരിൽ അവൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. സാവു കൂടുതൽ എക്സാമ്പിളൊക്കെ പറയാൻ പോകുന്നുണ്ടെങ്കിലും ഇനി കേൾക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഊഷു തന്നെ അത് മതിയാക്കിക്കുന്നു. ഇവളിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ള സിഇഒമാരെയൊക്കെ പറ്റി അന്വേഷിക്കുന്നത് എന്താണ്, അങ്ങനെ ആരെങ്കിലും പരിചയപ്പെട്ടോ എന്ന് സാവു ചോദിക്കുന്നുണ്ടെങ്കിലും അവനെപ്പറ്റി ഇപ്പോൾ ഊഷു അവളോട് പറയുന്നില്ല. ഈ സമയത്താണ് പുതിയ എഗ്രിമെൻ്റ് എപ്പോഴാണ് സൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ച് അവൻ മെസ്സേജ് അയക്കുന്നത്. അവനെ ഫേസ് ചെയ്യുന്നതിന് അവൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലും പോയല്ലേ പറ്റുള്ളൂ. ഷിയു ഈ സമയം മറ്റൊരാളെ കൂടി ഇൻ്റർവ്യൂ ചെയ്യുകയായിരുന്നു. അത് വിദേശത്തൊക്കെ പഠിച്ചിട്ട് വന്ന ഇപ്പോൾ ആർക്കിടെക്ട് ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ പാർട്ട്ണർക്ക് ആ പയ്യനെ സെലക്ട് ചെയ്യാനായിരുന്നു കൂടുതൽ താല്പര്യം. ഊഷുവിനെ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും അവളിങ്ങനെ ഫീൽഡിൽ നിന്ന് മാറി നിന്നതുകൊണ്ട് ഈ റോളിൽ അവൾ ശരിയാവുമോ എന്നുള്ള സംശയം അവർക്കുണ്ട്. അവർ ഇതിനെപ്പറ്റി ഷിയുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് രാത്രി എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഊഷു അവന് റിപ്ലൈ നൽകിയത്. അങ്ങനെ അവൻ വീട്ടിലേക്ക് ചെല്ലുന്നു. അവൻ ചെല്ലുന്ന സമയത്ത് ഊഷു ഡോറിനടുത്ത് തന്നെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. ഇതുവരെ അവനൊരു ഡീൽ ചെയ്തതുപോലെയൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് അവൾ അവൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്നിരുന്ന എഗ്രിമെൻറ്റ് അവൾ അവന് നൽകുന്നു. അവൻ്റെ സീക്രട്സ് ഒന്നും ഈ വാടക കരാർ അവസാനിച്ചാൽ പോലും പുറത്ത് പറയില്ല എന്നൊക്കെ അവൾ അതിൽ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു കാര്യം അവൻ അവളോട് സ്ട്രിക്റ്റ് ആയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് മുമ്പ് അവളുടെ പേരൻസ് വന്നതുപോലെയുള്ള സിറ്റുവേഷൻസ് ഒന്നും ഇനി ഉണ്ടാവരുതെന്ന്. അത് അങ്ങനെ പെട്ടെന്ന് സംഭവിച്ചതാണ്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിക്കാമെന്ന് അവൾ പറഞ്ഞപ്പോൾ നീ ഇതുവരെ നിൻ്റെ ജോലി റിസൈൻ ചെയ്ത കാര്യം അവരോട് പറയാത്ത എന്താണ്? അന്നിവിടെ പ്രശ്നമുണ്ടായ സമയത്ത് ഈ പരിസരത്തുള്ളവരൊക്കെ ഇതിനെപ്പറ്റി കണ്ടതായിരുന്നല്ലോ. അവരാരെങ്കിലും നിൻ്റെ പേരൻസിനോട് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യും എന്നൊക്കെ അവൻ കുറച്ച് റഫായിട്ട് ചോദിക്കുന്നു. അവരാരും അതിനെപ്പറ്റി പറയില്ല. എൻ്റെ അച്ഛന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതാണ്. അതിനുശേഷം അച്ഛൻ്റെ കാലിന് പരിക്ക് പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള ആരോടും സംസാരിക്കാറില്ല. അവരാരും സിമ്പതി കാണിക്കുന്നത് അച്ഛന് ഇഷ്ടമല്ല. അതുകൊണ്ട് ആ രീതിയിൽ അച്ഛന് ഇതിനെപ്പറ്റി അറിയില്ല. പിന്നെ ഞാൻ അവരോട് ഇത് എന്നേക്കുമായി ഒളിപ്പിച്ച് വെക്കാനൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഈ അടുത്ത കാലത്ത് എനിക്ക് പേഴ്സണലായിട്ട് വേറെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നുകൂടി വിഷമിക്കുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇതിനെപ്പറ്റി മറച്ചു വെച്ചത്. അല്ലാതെ എനിക്കിത് എന്നേക്കുമായി മറച്ചു വെക്കാൻ ഉദ്ദേശമൊന്നുമില്ല. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി ഇതേപോലെ അവനെ ബുദ്ധിമുട്ടിക്കില്ല എന്നൊക്കെ അവൾ വിഷമത്തോടെ പറയുന്നു. മുമ്പ് പേരൻസ് അവിടെ വന്ന ദിവസം രാത്രി അവൾ തനിക്ക് ആർക്കിടെക്ട് ഫീൽഡിൽ ഒരു ജോലി കിട്ടുമോ എന്ന കാര്യത്തെപ്പറ്റി വലിയ ആത്മവിശ്വാസമില്ലാത്തതുപോലെ സംസാരിച്ചിരുന്നല്ലോ. ഇപ്പോൾ ഷിയു അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫീൽഡിൽ ജോലി കിട്ടുമെന്ന് നിനക്ക് തന്നെ ഉറപ്പില്ലെങ്കിൽ മറ്റൊരാൾ എങ്ങനെയാണ് നിന്നെ വിശ്വസിച്ച് നിന്നെ അവിടെ ജോലിക്ക് എടുക്കുക എന്നാണ് അവൻ ചോദിച്ചത്. ഇത് ഊഷുവിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. അവനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണല്ലോ ഇപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് അവനത് തിരിച്ച് ചോദിച്ചത്. അന്നെക്കുറിച്ച് ഫ്രണ്ട്ഷിപ്പ് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്. അതിൻ്റെ അർത്ഥം എനിക്ക് എൻ്റെ കഴിവിൽ വിശ്വാസമില്ല എന്നല്ല. ഈ കമ്പനിയിൽ അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിൽ ഞാൻ ഉറപ്പായും ഈ ജോലിക്ക് തന്നെ കയറിയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവനെ ഇനി ബുദ്ധിമുട്ടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സെൻറ്റി അടിച്ച് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവളെ ഇങ്ങനെ വിഷമിപ്പിക്കണമെന്ന് അവൻ ഉദ്ദേശിച്ചിരുന്നതല്ല. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോയി. ഊഷു തിരികെ പോയിട്ടും ആകെ മൂഡ് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ അവൾ സാവോയെ വിളിക്കുന്നുണ്ട്. അങ്ങനെ സാവോ അവളെ പിക്ക് ചെയ്യാനായി വരുന്നു. ഇപ്പോഴാണ് ഷിയുവിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഊഷു അവളോട് പറയുന്നത്. ഷിയു ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ ആ ജോലിക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് ഊഷു ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ വിഷമത്തോടെ സാവോയോട് അതിനെപ്പറ്റിയൊക്കെ പറയുന്നു. അവൾ ശരിക്കും റോൾ മോഡലാക്കിയിരിക്കുന്ന ആ ഡിസൈനർ ഷിയു ആണ്. അവനിപ്പോൾ നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചെങ്കിലും അതിങ്ങനെ നെഗറ്റീവായി പോയതിൽ ഊഷുവിന് നല്ല വിഷമമുണ്ട്. അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൾ അവിടെ ജോലിക്ക് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നുവെന്ന മെയിൽ അവൾക്ക് വന്നത്. അത് കണ്ടിട്ട് അവൾക്ക് വിശ്വാസം വരുന്നില്ല. സത്യം തന്നെ ആണോ എന്ന് ഫോൺ സാവോയെ കാണിച്ചവൾ ഒന്ന് ഓടി ചെക്ക് ചെയ്യുന്നുണ്ട്. സാവോ പറഞ്ഞപ്പോഴാണ് തനിക്ക് അവിടെ ജോലി കിട്ടിയിരിക്കുന്നുവെന്ന് അവൾ ഉറപ്പിക്കുന്നത്. ഷോയുവാന് അവളെ അക്സെപ്റ്റ് ചെയ്യാൻ അത്ര താല്പര്യമില്ലായിരുന്നെങ്കിലും ഷിയു അവളെയാണ് സജസ്റ്റ് ചെയ്തത്. അവൾക്ക് 3 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായെങ്കിലും അവളുടെ ഫൗണ്ടേഷൻ നല്ല സോളിഡാണ്.
മാത്രമല്ല അവൾക്ക് ഈ ഫീൽഡിനോട് നല്ല താല്പര്യമുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പെർഫോം ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്ത് അവൻ പറയുന്നു. അങ്ങനെയായിരുന്നു അവളെ തന്നെ സെലക്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചത്. വിഷമമൊക്കെ മാറി സന്തോഷത്തോടെയാണ് ഹൂഷു സാഹോയ്ക്കൊപ്പം തിരികെ പോകാൻ ഇറങ്ങിയത്. ആ സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഹൂഷു താമസിക്കുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അവളുടെ കൈവശം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ അതുമായി അങ്ങോട്ടേക്ക് പോകുന്നു. ഹസ്ബൻഡ് വിളിക്കാൻ വരുന്നത് കാരണം സാവു അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവൾ ഹസ്ബൻഡിനെ വിളിച്ച് നോക്കിയിട്ടൊന്നും കോൾ കിട്ടുന്നില്ല. അങ്ങനെ കുറേ സമയം അവൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഹൂഷുവിന് കമ്പനിയിൽ ജോയിൻ ചെയ്യാനുള്ള ദിവസമായിരിക്കുന്നു. അവൾ കൃത്യസമയത്ത് തന്നെ ജോയിനിങ്ങിനായി പോകുന്നുണ്ട്. അവളെ വെൽക്കം ചെയ്യാനായ റിസപ്ഷനിൽ തന്നെ ഒരു സ്റ്റാഫ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അകത്തേക്ക് നടക്കുന്ന കൂട്ടത്തിൽ അവളെപ്പോലെ തന്നെ മറ്റൊരു പ്രൊഫഷനുമായി മുന്നോട്ട് പോയിട്ട് പിന്നീട് തിരിച്ച് ഈ പ്രൊഫഷൻ ചൂസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നതാണ് താനെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അങ്ങനെ ആദ്യമേ തന്നെ അവർ കുറച്ച് സൗഹൃദത്തിലാവുന്നു. അവർ അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഹൂഷുവിനെ കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അവൾക്ക് ജോലി ചെയ്യാനുള്ള സ്ഥലത്തെത്തി ബാക്കിയുള്ള കൊളീഗ്സിനെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രധാനമായിട്ടും അവിടുത്തെ മെയിൻ ഡിസൈനറായ ജാങ് തീയും അതേപോലെ തന്നെ ഒരു സീനിയർ ആർക്കിടെക്റ്റായ സുൻ ഇഫയെയുമാണ് ആ സ്റ്റാഫ് പരിചയപ്പെടുത്തിയത്. അതിനുശേഷം അവളെ അവിടെ വിട്ടിട്ട് അവർ പോകുന്നുണ്ട്. ഹൂഷു അവരുമായിട്ടൊക്കെ പരിചയപ്പെടാൻ തുടങ്ങുന്നു. അവൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് ജോലിക്കായി വന്നതാണോ എന്ന് ജാങ് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയല്ല, 3 വർഷമായി ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ മറ്റേതെങ്കിലും ആർക്കിടെക്റ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരിക്കും എന്നാണ് അവർ കരുതിയത്. പക്ഷേ അങ്ങനെയുമല്ല, മറ്റൊരു പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്നൊക്കെ അറിഞ്ഞപ്പോൾ ജാങ്ങിന് ശരിക്കും പുച്ഛമായിരുന്നു. പക്ഷേ സുൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ഷിയു അങ്ങോട്ടേക്ക് വന്നത്. അവനെ കണ്ടതോടെ ഹൂഷു വലിയ റെസ്പെക്റ്റോടെ അവിടെ അറ്റൻഷനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അവനാണെങ്കിൽ അവളെ മൈൻഡ് ചെയ്യാതെ അവൻ്റെ ഓഫീസിലേക്ക് കയറി പോവുകയും ചെയ്യുന്നു. ബോസിനെ കാണുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്ന റൂളൊന്നും ഇവിടെയില്ല. അതുകൊണ്ട് അങ്ങനത്തെ മര്യാദയൊന്നും ആവശ്യമില്ല എന്ന് സുൻ അവളോട് പറയുന്നു. ഇതിനു മുമ്പ് ഷിയുമായി ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവനോട് പോയി ക്ഷമ ചോദിക്കണമെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നതെന്ന് ഹൂഷു പറഞ്ഞപ്പോൾ, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുടനെ തന്നെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അവൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് അവളെപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് തമ്മിൽ എപ്പോഴും സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇഷ്യൂസ് ഒന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് സുൻ ഉപദേശിക്കുന്നു. ഈ സമയത്താണ് ഷിയു പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവളെ തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചത്. അങ്ങനെ ഹൂഷു അവൻ്റെ പിറകെ ചെല്ലുന്നു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അവൾക്ക് നൽകിയിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഒരു റിവ്യൂ റെഡിയാക്കണമെന്ന് അവൻ പറയുന്നുണ്ട്. അത് വളരെ സീക്രട്ട് ഫയലാണ്, മറ്റാരെയും കാണിക്കരുത് എന്ന് കൂടി പറയുന്നു. ഹൂഷു അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പിന്നെയും എന്തോ പറയാനുള്ളത് പോലെ അവൾ അവിടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. ഈ സമയത്ത് ഷോയാൻ അങ്ങോട്ടേക്ക് വരുന്നതിനാൽ അവൾക്കൊന്നും പറയാനുള്ള ടൈം കിട്ടുന്നില്ല. ഹൂഷുവിനെ കണ്ടപ്പോൾ അന്ന് രാത്രി അവൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, ഇല്ലെങ്കിൽ തങ്ങൾക്കൊപ്പം ഡിന്നറിൽ ജോയിൻ ചെയ്യാമോ എന്ന് ഷോയാൻ അന്വേഷിക്കുന്നു. അവിടെ പുതിയൊരു സ്റ്റാഫ് ജോയിൻ ചെയ്യുമ്പോൾ അവരെ വെൽക്കം ചെയ്യാനായി ഇങ്ങനെ ഒരു ഡിന്നർ നടത്താറുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഷോയാൻ അവളെ ക്ഷണിച്ചിരിക്കുന്നത്. അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലം ചൂസ് ചെയ്തോളാനും പറയുന്നു. അത് സമ്മതിച്ച് അവൾ തിരികെ പോയി ജോലി തുടങ്ങുന്നുണ്ട്. അന്ന് വൈകിട്ട് പറഞ്ഞിരുന്നത് പോലെ അവൾക്കുള്ള വെൽക്കം ഡിന്നർ നടക്കുന്നു. അവളെ വെൽക്കം ചെയ്യാനുള്ള പാർട്ടിയാണല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് വൈൻ കഴിക്കേണ്ടി വരുന്നുണ്ട്. ഒരു ഗ്ലാസ് കഴിച്ചപ്പോൾ തന്നെ അവൾ ഫ്ലാറ്റായി പോകുന്നു. ഷോയാൻ അവളെ തിരികെ കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അവളുടെ ബയോഡേറ്റയിലെ അഡ്രസ്സ് ചെക്ക് ചെയ്യുന്നു. അഡ്രസ്സ് വായിച്ച് കേട്ടപ്പോഴാണ് താനിപ്പോൾ താമസിക്കുന്ന സ്ഥലം തന്നെയാണ് ഹൂഷു അഡ്രസ്സ് കൊടുത്തിരിക്കുന്നതെന്ന് ഷിയാൻ അറിയുന്നത്. ഇവരെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് അവളെയും കൊണ്ട് വന്നാൽ അവിടെയുള്ള തൻ്റെ സാധനങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ തങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്ന വഴിക്കാണ് ഈ സ്ഥലം, അതുകൊണ്ട് ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്തോളാമെന്ന് അവൻ പറയുന്നുണ്ട്. അവളെ കണ്ടിട്ട് ഇങ്ങനെ ഫിറ്റായി കഴിയുമ്പോൾ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കിടന്ന് ഉറങ്ങുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഷോയുവാൻ അവൻ്റെ ഒപ്പം തന്നെ അവളെ പറഞ്ഞയക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതീക്ഷിച്ച പോലൊന്നും ആയിരുന്നില്ല. ഹൂഷു വണ്ടിയിലേക്ക് കയറി കഴിഞ്ഞ് അവളെ പിടിച്ചെടുത്താൻ ഷിയു നന്നായി പാടുപെടുന്നുണ്ട്. അവളിപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് അവൻ അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ അഡ്രസ്സ് അവൻ ചോദിക്കുന്നു. അവൾ പറഞ്ഞു കൊടുത്തത് അവനിപ്പോൾ താമസിക്കുന്ന അവളുടെ ശരിക്കുള്ള വീടിൻ്റെ അഡ്രസ്സാണ്. അവസാനം നിവർത്തിയില്ലാതെ അവൻ അങ്ങോട്ടേക്ക് തന്നെ വണ്ടി വിടേണ്ടി വരുന്നു. അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഷോയാൻ പറഞ്ഞ ഹൂഷു അതിനകത്ത് വലിയ രീതിയിൽ ബഹളം വയ്ക്കുന്നുണ്ട്. ആരോ തന്നെ പിടിച്ചു വലിക്കുകയാണ് എന്ന് കരുതി സീറ്റ് ബെൽറ്റൊക്കെ അവൾ കടിച്ച് ഊരി കളയാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പോരാത്തതിന് ഗെയിമിലെ കമാൻഡ് ടോക്കൺ ആരോ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് അവൾ ഇരുന്ന് കരയാൻ തുടങ്ങുന്നു. അവസാനം സഹിക്കവയ്യാതെ ഷിയോ അവിടെ ഉണ്ടായിരുന്ന ഒരു കീ ചെയിൻ എടുത്ത് അവൾക്ക് നൽകുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അടുത്ത മേയർ ഞാനാണ് എന്ന് പറഞ്ഞ് അവൾ മര്യാദയ്ക്ക് ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങുന്നു. വേറെ അഡ്രസ്സൊന്നും കിട്ടാത്തതുകൊണ്ട് അവസാനം അവളെയും കൊണ്ട് അവനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ വരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയാനായി തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് അവൾ ഉറങ്ങിയെന്ന് അവൻ കാണുന്നത്. വിളിച്ചിട്ടൊന്നും യാതൊരു അനക്കവുമില്ല. അപ്പോഴാണ് നേരത്തെ നൽകിയ കീ ചെയിൻ അവിടെ കിടക്കുന്ന അവൻ കണ്ടത്. അങ്ങനെ അവനൊരു നമ്പർ ഇറക്കുന്നു. നിൻ്റെ കമാൻഡ് ടോക്കൺ ആരോ എടുത്തുകൊണ്ട് പോകുന്നുവെന്ന് അവൻ പതുക്കെ പറയുന്നുണ്ട്. അത് കേട്ടതും ഹൂഷു ചാടി എഴുന്നേറ്റ് വെടിവെക്കാനെന്നാണ് തോക്ക് ചൂണ്ടുന്നത് പോലെ കൈയൊക്കെ ചൂണ്ടി പിടിക്കുന്നു.
ശിവന് ഇത് കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. റൂമിലേക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് അടുത്തുള്ള റൂമിലാരും ഉണരാതിരിക്കാൻ വേണ്ടി അവളോട് ശബ്ദം ഉണ്ടാക്കരുതെന്ന് അവൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇടയ്ക്ക് വെച്ച് അവൾ വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ദേഹത്തൊന്നും വൊമിറ്റ് ചെയ്തതെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ മതിയാക്കുന്നു. അവൻ്റെ കയ്യിലെ താക്കോലെടുത്ത് ഡോർ തുറക്കുന്ന കണ്ടപ്പോൾ എൻ്റെ വീടിൻ്റെ താക്കോൽ എങ്ങനെയാണ് നിൻ്റെ കയ്യിൽ വന്നതെന്ന് ഹൂഷു ചോദിക്കുന്നുണ്ട്. അവനതിന് മറുപടിയൊന്നും പറയുന്നില്ല. അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അകത്ത് നിന്ന് അവളെ അവളുടെ മുറിയിലാക്കാൻ നോക്കിയപ്പോഴാണ് അവളുടെ കയ്യിൽ കീ ഇല്ല എന്നറിയുന്നത്. കീ ചോദിച്ചപ്പോൾ അവൾ എടുത്തു കൊടുത്തത് നേരത്തെ അവൻ നൽകിയ ആ കീ ചെയിനായിരുന്നു. അങ്ങനെ അവസാനം അവന് അവളെ സോഫയിൽ കിടത്തേണ്ടി വരുന്നു. അതിനുശേഷം അവൻ സ്വന്തം മുറിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് അവൻ ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിൽ കയറുന്നതിന് മുമ്പ് അവളെങ്ങാനും ഇടിച്ചേറി തൻ്റെ റൂമിലേക്ക് വന്നാലോ എന്ന് പേടിച്ച് അവൻ്റെ റൂം ലോക്ക് ചെയ്യുന്നു. ഹൂഷു ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ്. ശിവന് കുറേ വർക്ക് ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ട് അവൻ രാത്രി 2 മണി കഴിഞ്ഞപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഹൂഷു ഒന്ന് വെളിവായിട്ട് ഉണരുന്നുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് വെള്ളം കുടിക്കാനായി ടേബിളിൻ്റെ അടുത്ത് നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവൾക്ക് പരിസരബോധം വരുന്നത്. എങ്ങനെ അതിനുള്ളിൽ എത്തിപ്പെട്ടു എന്ന് അവൾക്ക് ആദ്യം മനസ്സിലാവുന്നില്ല. അവൾ പതുക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ചുറ്റും നിരീക്ഷിക്കുന്നു. ഈ സമയത്താണ് അവനും വെള്ളം എടുക്കാനായി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. പക്ഷേ ഡോർ ലോക്ക് ചെയ്തിരുന്നത് അവൻ തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സൗണ്ട് കേട്ടുകൊണ്ട് ഹൂഷു പതുക്കെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു. അവൾ ചെല്ലുന്ന ശബ്ദം കേട്ടുകൊണ്ട് അവളാണോ അതെന്ന് അവനകത്ത് നിന്ന് ചോദിക്കുന്നു. അവളുടെ വിചാരം കുടിച്ച് ബോധമില്ലാതായപ്പോൾ താൻ തനിയെ ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്നാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ സോറി പറയുന്നു. അതൊന്നും അല്ല ഇപ്പോൾ പ്രധാന പ്രശ്നം, എനിക്ക് ഈ ഡോർ തുറക്കാൻ പറ്റുന്നില്ല എന്ന് അവൻ പറയുന്നു. അങ്ങനെ അവളും അത് തുറക്കാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. ഞാൻ അകത്തേക്ക് കയറാതിരിക്കാനാണോ ഇങ്ങനെ ഡോർ ലോക്ക് ചെയ്തതെന്ന് അവൾ ചോദിക്കുന്നു. നിനക്ക് ബോധമില്ലാതിരുന്ന സമയത്ത് നിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലായിട്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ പറയുന്നതെന്ന് അവൻ പറഞ്ഞപ്പോൾ എത്ര ബോധമില്ലെങ്കിലും എന്തായാലും ഞാനിങ്ങനെ ആരെയും മുറിയിലേക്ക് ഇടിച്ചു കയറിച്ചെല്ലാം പോകുന്നില്ല എന്നവൾ പറയുന്നു. ഇപ്പോഴത്തെ പ്രശ്നമൊന്നും അല്ലല്ലോ, എങ്ങനെയെങ്കിലും ഡോറ് തുറക്കണം. പക്ഷേ ഈ പാതിരാത്രിക്ക് ആരെ വിളിച്ചുകൊണ്ട് വരാനാണ്? അതുകൊണ്ട് നേരം വെളുക്കുന്നവരെ വെയിറ്റ് ചെയ്യാൻ അവൾ പറയുന്നു. അവനാണെങ്കിൽ നന്നായി ദാഹിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള സൊല്യൂഷൻ അവൾ തന്നെ പറയുന്നു. ബാൽക്കണിയിലൂടെ വെള്ളം അവൾ കമ്പിൽ തൂക്കി മുകളിലേക്ക് എത്തിക്കുന്നു. വെള്ളം കുടിക്കുന്ന സമയത്ത് അവൻ അവിടെ ഇരുന്ന് കുറച്ച് സമയം അവളോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ആൽക്കഹോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്ന് രാത്രി കുടിച്ചതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവനോട് സോറി പറയുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും അങ്ങനെ ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ അവൻ ബ്ലോക്ക് ചെയ്തു എന്ന് കരുതി അവനോട് മോശമായിട്ട് കുറേ സംസാരിച്ചിരുന്നല്ലോ. അതിനൊക്കെ ക്ഷമ പറയണമെന്നുണ്ടായിരുന്നു. എങ്ങനെ പറയണമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടത് എന്ന് അവൾ പറയുന്നു. എന്തുകൊണ്ടാണ് തന്നെ ഈ ജോലിക്ക് അക്സെപ്റ്റ് ചെയ്തതെന്നും അവൾ ചോദിക്കുന്നുണ്ട്. ഒരു മുൻപരിചയം ഉള്ളതുകൊണ്ടാണോ, തൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ട് സഹതാപം തോന്നിയിട്ടാണോ തന്നെ ഈ ജോലിയിലേക്ക് തന്നെ എടുത്തതെന്നാണ് അവൾ ചോദിച്ചത്. പക്ഷെ അങ്ങനെ സഹതാപം കൊണ്ടൊന്നുമല്ല. മുമ്പ് അവളുടെ ആ ഡിസൈൻ ഡ്രാഫ്റ്റൊക്കെ അവൻ കണ്ടിരുന്നല്ലോ. അതിൽ നിന്ന് അവൾക്ക് നല്ല കഴിവുണ്ട് എന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. ആ കഴിവ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ജോലിക്ക് എടുക്കാൻ തയ്യാറായത്. പക്ഷെ മുമ്പ് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു എന്നതിനാണ് ഇനി പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ അവളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രോജക്റ്റ് നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാൻ അവൻ പറയുന്നു. അവളത് സമ്മതിക്കുന്നുണ്ട്. അവൻ തൻ്റെ ഡിസൈൻ ഡ്രാഫ്റ്റൊക്കെ കണ്ടതിന് പകരമായിട്ട് അവൻ്റെ ഏതെങ്കിലും ഒരു ഡിസൈൻ്റെ ഡ്രാഫ്റ്റ് തനിക്കൊന്ന് കാണാൻ തരുമോ എന്ന് അവൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ഒരു ഡ്രാഫ്റ്റ് എടുത്ത് അവൾക്ക് മുമ്പത്തെ പോലെ മുകളിൽ നിന്ന് താഴേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. ഹൂഷുവിന് ശരിക്കും സന്തോഷമാകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ അവൾ ഒരാളെ വിളിപ്പിച്ച് ഡോറിൻ്റെ ലോക്ക് ശരിയാക്കിക്കുന്നു. അയാൾ പോയ ഉടൻ തന്നെ അവൾ ഓഫീസിലേക്ക് പോകാനായി ധൃതി പിടിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അങ്ങോട്ട് ഇറങ്ങി വന്ന ഷിയു പുറത്തെവിടെയെങ്കിലും പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരുമിച്ച് ഓഫീസിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ്റെ വണ്ടിയിലാണ് അവൾ ഓഫീസിലേക്ക് പോയത്. പക്ഷേ ആരെങ്കിലും കണ്ട് അവനെന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ എന്ന് വിചാരിച്ച് ആരും കാണാതെ അവൾ വണ്ടിക്കുള്ളിൽ ഒളിച്ചിരിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെല്ലുന്നത് കണ്ട് ഇനി അവനോടുള്ള മുൻപരിചയം കൊണ്ടോ ആ സ്വാധീനം കൊണ്ടോ ഒക്കെയാണ് ഇവിടെ ജോലി നേടിയെടുത്തതെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാലോ എന്ന ഹൂഷുവിന് പേടിയുണ്ട്. അങ്ങനെ തൻ്റെ കഴിവിനെ ആരും കുറച്ച് കാണുന്നതിനോട് അവൾക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ആരുടെയും മുന്നിൽ തങ്ങൾക്ക് ഇങ്ങനെ മുൻപരിചയമുണ്ട് എന്ന് കാണിക്കാൻ അവൾ ആഗ്രഹിക്കാത്തത്. ഓഫീസിൻ്റെ മുന്നിൽ അവൻ വണ്ടി നിർത്തിയിട്ട് അവിടെ ഇറങ്ങാതെ അവനെ കൊണ്ട് നിർബന്ധിച്ച് കുറച്ച് പുറയിലേക്ക് മാറ്റി വണ്ടി നിർത്തിച്ചിട്ട് അവിടെ ഇറങ്ങി അവൾ നടന്നാണ് ഓഫീസിലേക്ക് പോയത്. കുറച്ച് കഴിഞ്ഞിട്ടേ വരാവുള്ളൂ എന്നും അവനോട് പറയുന്നു. പക്ഷേ അവനോ ഒന്നും മൈൻഡ് ചെയ്യാതെ വണ്ടി പാർക്ക് ചെയ്ത ശേഷം തൊട്ട് പിറകെ തന്നെ കയറി ചെല്ലുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടേ വരാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് അവൾ അവനെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിലും ഞാനങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി പോകുന്നു. ഹൂഷു ചെല്ലുമ്പോൾ അകത്ത് അവിടെയുള്ള സ്റ്റാഫെല്ലാം കൂടി എന്തോ ഒരു ഇഷ്യൂവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഷിയു ആ ഡിസൈൻ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് കിട്ടുന്ന അവാർഡിനോട് തനിക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആ ഒരു ഓഡിയോ ഇപ്പോൾ കുറച്ചായിട്ട് കട്ട് ചെയ്ത് ആരോ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. അത് ഷിയുവിന് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാകുന്നതിന് കാരണമായിരിക്കുകയാണ്. ഇപ്പോൾ ഓൺലൈനിൽ ചൂടുള്ള ചർച്ചാ വിഷയമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിനെപ്പറ്റിയായിരുന്നു അവിടെയുള്ളവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ കമ്പനിക്കുള്ളിൽ വെച്ച് നടന്ന ഒരു സംഭാഷണമാണല്ലോ അത്. അപ്പോൾ അത് ലീക്കായിരിക്കുന്നതിൻ്റെ അർത്ഥം ഇവിടെയുള്ള ആരോ തന്നെ അത് പുറത്ത് വിട്ടിരിക്കുന്നു എന്നാണല്ലോ. അത് ആരാണ് എന്നുള്ള സംശയത്തിലാണ് എല്ലാവരും. ഹൂഷു ഇത് കണ്ട് കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട്.
ഷോയാൻ വന്ന് പറഞ്ഞ ഷിയുവും ഇതിനെപ്പറ്റി അറിയുന്നു. ഈ ഒരു പ്രശ്നം കാരണം അവൻ പങ്കെടുക്കാനിരുന്ന ആ ഡിസൈൻ മത്സരത്തിൽ നിന്ന് ആ കമ്പനി അവരെ ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. ഇനി അവർക്ക് ആ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. അവിടെ അതിൻ്റെ ആളെ കോൺടാക്ട് ചെയ്യാനായി ഷോയാൻ വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ ഫോൺ എടുക്കുകയോ അവരുടെ മെസ്സേജിന് റിപ്ലൈ നൽകുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ അവരുടെ മുന്നിൽ ആ വാതിൽ അടഞ്ഞിരിക്കുന്ന രീതിയാണ്. ഇത് വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടായതാവാൻ സാധ്യതയില്ല. ആരോ പ്ലാൻ ചെയ്ത് നമ്മളെ ട്രാപ്പിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിസൈൻ കോമ്പറ്റീഷനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് സൂലിങ്ങിനാണല്ലോ. അതുകൊണ്ട് അവർ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന് ഷിയു അപ്പോൾ തന്നെ പറയുന്നുണ്ട്. ഇവിടെ ആരായിരിക്കും അവരെ സഹായിക്കാനുണ്ടാവുക, ഏത് സ്റ്റാഫായിരിക്കും ഇതിന് പിന്നിലെന്നതിന് വല്ല ഐഡിയയും ഉണ്ടോ എന്ന് ഷോയുവാൻ അവനോട് ചോദിക്കുന്നു. അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവേണ്ട, അധികം വൈകാതെ അയാൾ പുറത്ത് വന്നോളുമെന്ന് അവൻ പറയുന്നു. എന്തായാലും ഡിസൈൻ കോമ്പറ്റീഷനിൽ മത്സരിക്കുന്നതിനുള്ള കാര്യം ശരിയാക്കാം. അതുകൊണ്ട് അവൻ അവൻ്റെ ഡിസൈൻ കണ്ടിന്യൂ ചെയ്തോളാൻ ഷോയുവാൻ അവനോട് പറയുന്നുണ്ട്. ശരിക്കും സൂലിംഗ് തന്നെയായിരുന്നു ഇതിന് പിന്നിൽ. ഡയനാമിസത്തിനെ ഈ മത്സരത്തിൽ നിന്ന് ഔട്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഷാവോ തന്നെയായിരുന്നു ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത്. ഇപ്പോൾ ആ ലൈമാൻ കമ്പനിയുടെ ഓണറുടെ അസിസ്റ്റൻറ്റുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. അയാളെയാണ് ഷോയുൻ കോൺടാക്ട് ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഇങ്ങനെ അയാളെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അയാൾ അവരുടെ കോൾ അറ്റൻഡ് ചെയ്യുകയോ മെസ്സേജിന് റിപ്ലൈ നൽകുകയോ ഒന്നും ചെയ്യാത്തത്. ഷിയു നേരിട്ട് ഓണറെ സമീപിക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും എന്നൊരു സംശയം ഷാവോനോട് ചോദിക്കുന്നുണ്ട്. ഞാനുമായി കോൺടാക്ട് ചെയ്യാതെ ആർക്കും ഓണറുമായി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, ഉള്ള അവസരം ഞാൻ ഉണ്ടാക്കില്ല എന്ന് അയാൾ അവന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഷിയു ഇങ്ങനെ ഒരു പ്രശ്നത്തിലായതറിഞ്ഞ് വിദേശത്തായിരുന്ന അവൻ്റെ അമ്മ അവനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ തളരരുത്, നിന്റെ അച്ഛൻ ചെയ്തതുപോലെ ഒന്നും ചെയ്യരുത് എന്നൊക്കെയാണ് അമ്മ അവനോട് പ്രധാനമായിട്ടും സംസാരിച്ചത്. അങ്ങനെയൊന്നും സംഭവിക്കില്ല, എൻ്റെ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് അവൻ അമ്മയെ സമാധാനിപ്പിക്കുന്നു. ഈ വർഷം അവസാനം അവൻ താമസിക്കുന്നിടത്തേക്ക് തിരികെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവനോടൊപ്പം കുറച്ചുനാൾ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി അമ്മ അവനെ അറിയിക്കുന്നുണ്ട്. അവൻ ഏത് മൂഡിലായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് പൂഷവും ആകെ ടെൻഷനിലാണ്. എല്ലാവരും ജോലി കഴിഞ്ഞ് പോയിട്ടും അവൾ അവിടെ തന്നെ ഇരിക്കുന്നു. പക്ഷേ ആ സമയത്ത് സാവോ അവളുടെ കമ്പനിയുടെ അടുത്തുണ്ട്. അതുകൊണ്ട് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നതിനാൽ അവൾക്ക് പോവേണ്ടി വരുന്നു. ഷിയു അന്ന് മൈൻഡ് ഒട്ടും ക്ലിയർ അല്ലാത്തതുകൊണ്ടായിരിക്കണം ഗെയിം കളിക്കാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങാറായ സമയത്ത് അവൻ കുട്ടിക്കാലത്തെ ഒരു സംഭവം ഓർക്കുന്നു. അവൻ ഇടയ്ക്കിടെ കാണുന്ന ആ സ്വപ്നമുണ്ടല്ലോ, അത് ശരിക്കും അവൻ്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്തതിനെ പറ്റിയായിരുന്നു. അവൻ്റെ അച്ഛനും ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു. അദ്ദേഹം ഡിസൈൻ ചെയ്ത ഏതോ ഒരു ജിം തകർന്ന് വീണു. അതിൻ്റെ ഷോക്കിലാണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷവും ആ ജിമ്മിൻ്റെ ഓണറും മറ്റുള്ളവരും വന്ന് അവിടെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് ജിം തകർന്നു വീണത് എന്ന രീതിയിലാണ് അവർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. കുട്ടിയായിരുന്ന അവൻ്റെ മനസ്സിൽ ഈ പ്രശ്നങ്ങളൊക്കെ വലിയ ആഴത്തിൽ പതിക്കുന്നുണ്ട്. വളർന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ തനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് അവൻ ആരോടോ ചോദിക്കുന്നു. നല്ല രീതിയിൽ വളർന്ന് നല്ലൊരു ആർക്കിടെക്റ്റ് ആവുക, അച്ഛനേക്കാൾ മിടുക്കനായി മാറുക, അതാണ് നിനക്ക് ചെയ്യാനുള്ളതെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെയാണ് അവൻ ഇപ്പോഴത്തെ ഒരു ലെവലിലേക്ക് എത്തിയത്. ഗെയിം സെൻറ്റർ ക്ലോസ് ചെയ്യാനുള്ള സമയമായി. ആരെങ്കിലും അകത്തുണ്ടെങ്കിൽ പുറത്ത് പോകണമെന്ന് അനൗൺസ്മെൻറ്റ് കേട്ടുകൊണ്ട് അവൻ ഈ ഓർമ്മകളിൽ നിന്ന് ഉണരുന്നു. അങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട്.